ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് മോർണിംഗ് ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ്. നല്ല റീഡിംഗ് ആവട്ടെ, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരിക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? എനിക്ക് വെയിറ്റിംഗ് ഗെയിമാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഫയർ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്, ഇൻഡ്യൂഷൻ, ഡെസ്റ്റിനി. ഇവിടെ ഡെസ്റ്റിനി വന്നിട്ടുണ്ട്. സമയം നിങ്ങൾക്ക് അനുകൂലമാകും. ഓക്കെ, നിങ്ങളുടെ ഈ സ്റ്റേജുകൾ അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന എന്തെങ്കിലും ഒരു സ്റ്റേജസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കവർ ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു സമയം വരും എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഡേയിൽ നിങ്ങൾക്ക് ചില സക്സസിൻ്റെ ഒരു മുൻപടിയായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ. നിങ്ങൾക്ക് ഇന്ന കാര്യം നടക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സക്സസിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇൻഫർമേഷനായിട്ട് എത്തും. ചിലപ്പോൾ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്തെങ്കിലും റിപ്പീറ്റ്ലി കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ റെയിൻബോ കാണുക, നല്ല നല്ല ഡ്രീംസ് കാണുക, ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടുക, മീൻസ് എന്തെങ്കിലും കത്ത് വഴി അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യുക, മെസ്സേജ് കിട്ടുക, നിങ്ങൾക്ക് മെയിൽ കിട്ടുക. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ പേഴ്സൺ ബ്ലോക്ക് അടിക്കുക, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ അപ്രോച്ച് ചെയ്യുക. അതായത് ഇത് നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് അല്ലെങ്കിൽ സമയം നിങ്ങൾക്ക് അനുകൂലമാവുകയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതാണ്. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു സക്സസിൻ്റെ കാർഡിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പം അതിനുള്ളൊരു റിസൾട്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു റിവാർഡാണ് നിങ്ങൾക്കിവിടെ കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് സമയം കഴിയാനായിട്ടുണ്ട്, വെയിറ്റിംഗ് എനർജി എൻഡ് ആകാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ട്. ഓക്കെ, നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾ കരയുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങളുടെ ഏത് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലും ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൻ്റെ, ഗോഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏഞ്ചൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പം അതിൻ്റെ ഇടയിൽ എന്ത് സിറ്റുവേഷൻസ് വരുന്നതും നിങ്ങൾക്ക് പാഠങ്ങൾ മാത്രമാണ്, ലെസൺസ് മാത്രമാണ്. നിങ്ങൾ ഓൾറെഡി അതിൽ പ്രൊട്ടക്റ്റഡ് ആണ്. എന്തിനാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ബോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് പാഠങ്ങൾ അല്ലെങ്കിൽ ലെസൺസ് എടുക്കുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കിന്ന് പല കാര്യത്തിലും ഇൻഡ്യൂഷൻസ് കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകും. അപ്പം കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നു, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഇന്നർ വോയിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ടെൻഷൻ ആവുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഇന്നർ വോയിസ് വരണുണ്ടാകും, ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഉത്തരമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇന്ന് സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഇൻഡ്യൂഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫയർ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ബോൾഡായിട്ടിരിക്കും. ബിക്കോസ് ഇന്നത്തെ ദിവസത്തിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. അങ്ങനെ ചില പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾക്കത് വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അന്നത്തെ ഡേ വളരെ സ്മൂത്തായിട്ട് പോകും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ 4 ഓഫ് പെൻഡക്കിൾസ് ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടാരോട്ട് കാർഡാണ്. സോ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ സൈലൻ്റ് ആയിരിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളെ ഒന്ന് കെയർ ചെയ്ത് അല്ലെങ്കിൽ പെരുമാറുന്ന രീതികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, എന്തൊക്കെയോ നിങ്ങൾ ഇന്ന് ജാനുവരി 1 ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ഒന്ന് ഹോൾഡ് ചെയ്ത് ബാലൻസ് ചെയ്തൊക്കെ ചെയ്യത്തുള്ളൂ എന്നുള്ളതും കാണുന്നുണ്ട്. വളരെ നല്ല കാര്യമാണിത്.
കിങ് ഓഫ് വാൻസിൻ്റെ എനർജി ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, നൈറ്റ് ഓഫ് വാൻസ്. ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് ഇവിടെ എത്തുന്നുണ്ട്. ബിക്കോസ് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ഹോപ്പിനുള്ളൊരു റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ളൊരു റിസൾട്ട് എന്നുള്ള രീതിയിലാണ്. സോ ഇന്ന് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം എന്താണോ നിങ്ങളുടെ പ്രതീക്ഷ, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ, നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണോ അതിലൊരു ഇൻഫർമേഷൻസ്, ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി വരുമ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളെ ഒന്ന് സൈലൻ്റായിരുന്ന് ആളുകളോട് പെരുമാറുന്നതും, അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇന്നത്തെ ദിവസം ചെയ്യുന്നതും എല്ലാം തന്നെ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങനെ ഭയങ്കരമായിട്ടും സപ്പോർട്ടായിരിക്കും. നിങ്ങളുടെ സോൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യും. ഇന്നത്തെ ദിവസം നിങ്ങൾ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. എന്തായാലും ഒരു യൂണിവേഴ്സ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട്, നിങ്ങൾ വളരെ ജെന്യുവനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാകും. നമുക്കത് ലേറ്റ് ആകുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വരുന്ന സമയത്ത് അത് വരും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കിട്ടേണ്ട സമയത്ത് അത് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ 100% കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ വളരെ ജെന്യുവനായിട്ട് തന്നെയാണ് അതിൽ എഫോർട്ട് ഇടുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ കൈകളിലേക്ക് യൂണിവേഴ്സ് തരുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേയിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.